ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ചില പോർഷൻസ് ആണ്. വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൺസ്. അതായത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇതുവരെ നമ്മൾ മെൻഷൻ പോലും ചെയ്യാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ട്. ആൻഡ് ദെയർ ക്യാരക്ടേഴ്സ് ആർ ഡിസ്കസ്ഡ് ഹിയർ. ഈ വൈറസ് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചില സയന്റിസ്റ്റുകളും അവരുടെ ഇൻവെൻഷനുകൾ എന്താണെന്നുള്ളത് നോക്കണം. അത് വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. അവരുടെ ഡിസ്കവറി എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അധികവും ആസ് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറ്. ഫസ്റ്റ് വൺ, ഡിമിട്രി ഇവാനോസ്കി. അദ്ദേഹം എന്ത് ചെയ്തു? ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്, ടൊബാക്കോ പ്ലാന്റിലുള്ള ഒരു ഡിസീസാണ് ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്. അത് കോസ് ചെയ്യുന്നത് വൈറസ് ആണെന്ന് കണ്ടുപിടിച്ചു. ദെൻ സെക്കൻഡ് വൺ, MW ബേജർനിക്. ഈ MW ബേജർനിക് എന്ത് ചെയ്തു? ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിലേക്ക് ഇൻജെക്ട് ചെയ്തു. ഈ ഒരു എക്സ്ട്രാക്റ്റിന് അദ്ദേഹം വിളിച്ച പേര് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്നാണ്. ഓക്കെ, മീനിങ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നും എക്സ്ട്രാക്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഹെൽത്തി പ്ലാന്റും എന്തായിട്ട് മാറുന്നു? ഡിസീസ്ഡ് ആയിട്ട് മാറുന്നു എന്ന് കണ്ടുപിടിച്ചു. ദെൻ തേർഡ് വൺ, WM സ്റ്റാൻലി demonstrated that viruses could be crystallized. ഇത് വൈറസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നു എന്ന് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഗ്രൂപ്പാണ് വൈറസ്. വൈറസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രോട്ടീൻ കോട്ടും അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലും, ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ് വൈറസിന് വരുന്നത്. ഒരു ഉള്ളിലായിട്ട് ജനറ്റിക് മെറ്റീരിയൽ, ദെൻ സറൗണ്ടിങ് പ്രോട്ടീൻ കോട്ട് വരുന്നതാണ് വൈറസ് എന്ന് പറയുന്നത്. ആ ജനറ്റിക് മെറ്റീരിയൽ RNA ആവാം, DNA ആവാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈറസിന് ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. ഇവരിൽ ഇൻഫെക്ഷ്യസ് ആയിട്ട് വരുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിൽ അധികവും സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിരിക്കും ഉണ്ടാവുക. ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് എയ്തർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA കാണാം. ദെൻ നെക്സ്റ്റ് വൺ, ബാക്ടീരിയോഫേജ് ആണ്. ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ എന്താണ്? വൈറസസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുന്ന വൈറസിനെ പറയുന്ന പേരാണ് എന്ത്? ബാക്ടീരിയോഫേജ്. ഓക്കെ, അവർക്ക് എന്തായിരിക്കും? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു DNA ആണ് കാണുന്നത്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇതാണ് ബാക്ടീരിയോഫേജ്. ഈ ബാക്ടീരിയോഫേജിന് പോയിട്ട് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വൈറസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, ഫോമുകളാണ്. നമ്മൾ കൊറോണ വന്ന സമയത്തൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ഫോമുകളാണ്. ഇങ്ങനെയാണ് വൈറസ് ഉണ്ടാകുന്നത്. ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഒന്നുമില്ല. പല ടൈപ്പ് അല്ലെങ്കിൽ പല ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ സ്ട്രെയിൻസും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളും ഓരോ മെമ്പേഴ്സും ഡിഫറെന്റ് ഷേപ്പിലായിട്ടാണ് കാണുന്നത്. ദെൻ ബാക്ടീരിയോഫേജിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോട്ടീൻ കോട്ട് ഈസ് നോൺ ആസ് ക്യാപ്സിഡ് ഫോം ചെയ്തിട്ടുള്ള സബ് യൂണിറ്റുകളാണ് ക്യാപ്സോമിയേഴ്സ്. ഈ ക്യാപ്സോമിയേഴ്സ് പോളിഹെഡ്രൽ ആയിട്ടോ അല്ലെങ്കിൽ ഹെലിക്കൽ ഫോമിലോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ടീരിയ കോസ് ചെയ്യുന്ന ചില ഡിസീസ് ചോദിക്കാറുണ്ട്. മംസ്, സ്മോൾ പോക്സ്, ഹെർബ്സ്, ഇൻഫ്ലുവൻസ. അതിൽ മംസ് എന്ന് പറയുന്നത് എന്താണ്? മുണ്ടിവീക്കോ ആണ്. ദെൻ സ്മോൾ ബോക്സ് എന്ന് പറയുന്നത് വസൂരിയാണ്. ഹെർബ്സ് എന്ന് പറയുന്നത് നമ്മളുടെ വട്ടച്ചൊറിയാണ്. ദെൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് കോൾഡ് ആണ്. പ്ലാന്റ്സിൽ വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം ചില സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിങ്, കേളിങ്, യെല്ലോയിങ് എക്സെട്ര. അതേപോലെ തന്നെ അതുപോലെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറൽ ഡിസീസാണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് വൈറോയിഡ്സ്. ടിയോഡൈനിയർ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു സ്മോൾ മൈക്രോ ഓർഗാനിസം ആണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ സ്മോളർ ദാൻ വൈറസസ് ആൻഡ് കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ഇൻ പൊട്ടറ്റോ. സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീ RNA മാത്രം അടങ്ങിയിട്ടുള്ളവരാണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ദേ ലാക്ക് പ്രോട്ടീൻ കോട്ട്. ദെൻ തേർഡ് വൺ, പ്രയോൺസ്. അബ്നോർമലി ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രയോൺസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും അവർ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഓർ മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ, ആൻഡ് ദെൻ CR ജേക്കബ് ഡിസീസ് ഇൻ ഹ്യൂമൻ, CJD ഇൻ ഹ്യൂമൻ, ആൻഡ് ദെൻ മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ. ലൈക്കൻസ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംജി, അതിനാണ് നമ്മൾ ലൈക്കൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആൽഗൽ കമ്പോണന്റും ഉണ്ട്, ഫംഗൽ കമ്പോണന്റും ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ലൈക്കൺസിലെ ആൽഗൽ കമ്പോണന്റിനെ പറയുന്ന പേരാണ് ഫൈക്കോബയോണ്ട്, ഫംഗൽ കമ്പോണന്റിനെ പറയുന്ന പേരാണ് മൈക്കോബയോണ്ട്. അപ്പോൾ ഫൈക്കോബയോണ്ട് മെയിൻലി ഇവിടെ എന്തായിരിക്കും? ഓട്ടോട്രോഫിക് ആയിരിക്കും. ദേ പ്രിപ്പയർ ദിയർ ഓൺ ഫുഡ്.
മൈക്കോബയോണ്ട് എന്തായിരിക്കും? ദ ഡിപ്പെൻഡ് ദി ഫൈക്കോബയോൺ ഫോർ ദെയർ ഫുഡ്. അതുകൊണ്ട് തന്നെ അവർ ഹെട്രോട്രോഫിക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ അസോസിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. Algae prepare food for fungi and then fungi provide shelter and absorb mineral nutrients and water for its partner. ആൽഗെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു ഫംഗസിന്. ഫംഗസ് തിരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ആൽഗയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടറും അതുപോലെ തന്നെ ഫുഡിന് ആവശ്യമായിട്ടുള്ള മിനറൽ ന്യൂട്രിയൻസും വാട്ടറും അബ്സോർബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ലൈക്കൺ എന്ന് പറയുന്നത് ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ടാണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്? കാരണം ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ലൈക്കൺ വളരാൻ പറ്റില്ല. അപ്പോൾ നല്ല എൻവയോൺമെന്റ് ഒക്കെ നല്ല വൃത്തിയുള്ള ഒരു കണ്ടീഷനിൽ ലൈക്കൺ വളർന്നിരുന്നു. എന്നാൽ ഇത് മെയിനായിട്ടും കണ്ടിട്ടുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന് ഭാഗമായിട്ട് പണ്ട് യൂറോപ്പുകളിലൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് ലൈക്കണ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഈ ലൈക്കണിന്റെ എമൗണ്ട് കുറയുന്നതായിട്ടും അതുപോലെ തന്നെ അവർ നശിച്ചു പോകുന്നതായിട്ടും കണ്ടു. അതായത് ഈ ഒരു മ്യൂച്വൽ അസോസിയേഷന് ആയിട്ടുള്ള ലൈക്കണ് ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ വളരാൻ പറ്റില്ല. അപ്പം അത്രയും കാലം ലൈക്കൺസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ പെട്ടെന്ന് ലൈക്കൺസ് അപ്രത്യക്ഷമാവുകയാണ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ ഒരു ഏരിയ പൊല്യൂട്ടഡ് ആയി അല്ലെങ്കിൽ പൊല്യൂഷൻ ഉള്ള ഏരിയ ആണ് എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവരുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണ്? പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കേട്ടോ, ഇതൊക്കെ എന്താണ്? ലൈക്കണിന്റെ ഇമേജുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്ഥിരം നമ്മളുടെ ചുറ്റും ലൈക്കൺ കാണാറുണ്ട്. ഇതൊക്കെ ലൈക്കൺ എക്സാമ്പിൾ ആണ്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഡയറ്റമീഷ്യസ് എർത്ത്, എന്താണ് ഡയാറ്റം, അതുപോലെ തന്നെ ലൈക്കൺ, അവരുടെ കോമ്പോണൻസ്, അത്തരത്തിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ ഏരിയാസും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.